എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ആരെയും വെറുക്കാതെ തുറന്ന മനസ്സോടെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളിലെ നന്മകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, നിങ്ങളിലേക്ക് തന്നെ അത് അപ്രത്യക്ഷമായി തിരിച്ചു വരും. നീ ആഗ്രഹിച്ചത് ലഭിച്ചാൽ താഴ്മയുള്ളവനാവുക, നീ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ ക്ഷമയുള്ളവനാകുക. മനസ്സ് മുറിയാൻ പ്രിയപ്പെട്ടവരുടെ മൗനം മതി, മനസ്സ് നിറയാനോ പ്രിയപ്പെട്ടവരുടെ ചെറു പുഞ്ചിരി മതി. വെളിച്ചം പകരാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാക്കരുത്. ചോദിച്ചു വാങ്ങുമ്പോഴല്ല, മനസ്സ് നിറഞ്ഞു തരുമ്പോഴാണ് എന്തും നമുക്ക് വിലപ്പെട്ടതാകുന്നത്. കഷ്ടപ്പാടുകൾ ആവശ്യമാണ്, എന്നാലേ നേട്ടങ്ങൾ ആസ്വദിക്കാനാകൂ. വിശ്വാസത്തിന് മുറിവ് പറ്റിയാൽ പിന്നെ ബന്ധങ്ങൾ വളരില്ല. നന്ദി വാക്ക് പറയാൻ മറന്നാലും കുറ്റം പറയാൻ മറക്കില്ല ചില മനുഷ്യർ. ചതിയാണോ നുണയാണോ കൂടുതൽ അപകടകാരി എന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി. ചതിയാണെങ്കിൽ നമ്മൾ ഒരു തവണയെ വേദനിക്കുള്ളൂ, എന്നാൽ ഓരോ നുണകളും നമ്മൾ തിരിച്ചറിയുമ്പോഴും അത് നമ്മെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടെങ്കിൽ മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലരുണ്ടാവും. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരെയല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേരുള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിലും ചിലരോട് സംസാരിക്കുവാൻ നാം ഓരോ കാരണങ്ങൾ കണ്ടെത്തും. ചില മനുഷ്യരോടൊപ്പം കൂട്ടുകൂടി തുടങ്ങിയപ്പോഴാണ് ഭൂമിയിൽ സ്വർഗമുണ്ടെന്നും ചിലപ്പോൾ നമ്മളും വിശ്വസിച്ചു തുടങ്ങുന്നത്. ഒരുപക്ഷെ പ്രണയങ്ങളും സ്വന്തമാക്കലുകളും അവസാനിച്ചിരുന്നെങ്കിൽ പ്രണയത്തിന് ഇത്രയധികം ഭംഗിയുണ്ടാകുമായിരുന്നില്ല. നഷ്ടപ്പെടലുകളാണ് പ്രണയത്തെ ഇത്രമേൽ സുന്ദരമാക്കിയത്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല, പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോവും. അതാണ് ജീവിതം. പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പിന്മാറുന്നത്. വിഡ്ഢികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നുകിൽ അവരെ പോലെയാകണം, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഇതിന് രണ്ടും കഴിയാത്തത് കൊണ്ട് മാത്രമാണ് പിന്മാറുന്നത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അത് ഒരു മുന്നറിയിപ്പായിരുന്നു, 2ാം തവണ അത് ഒരു പാഠവും. അതിൽ കൂടുതൽ ഇനി ഒന്നും പ്രതീക്ഷിക്കരുത്. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവിക മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്നു മാത്രം. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചും സ്നേഹിക്കുമെന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി. സൗര്യമായ പുഞ്ചിരിയും ലളിതമായ ജീവിതവും നയിച്ച പലരുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ളവരുടെ പാത നമുക്ക് പിന്തുടരാം. അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളാണ് നമുക്ക് പ്രചോദനമാകുന്നത്. 2 സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. 2ാമതായി, ഒരക്ഷരവും മുരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുമ്പിലും. ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്നു വരില്ല, എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം, അതിലൂടെ ഭാവിയെയും. മികവ് എന്നത് ഒരു തുടർ പ്രക്രിയയാണ്, അതൊരിക്കലും ആകസ്മികമല്ല. ഉറക്കത്തിൽ സംഭവിക്കുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം. ഒരിക്കൽ പരാജയമറിഞ്ഞെന്ന് കരുതി ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നത് പരിശ്രമത്തിലേക്കുള്ള ആദ്യ പടിയാണ്.